തദ്ദേശ പോരാട്ടത്തിന് ശേഷം കേരളത്തിലെ മുന്നണികളൊക്കെ നിയമസഭയിലേക്ക് മുന്നൊരുക്കം തുടങ്ങിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് UDF, അതിനോടൊപ്പം തന്നെ NDA മുന്നണിയും. പക്ഷേ CPM ഈ തദ്ദേശ പോരാട്ടത്തിൽ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്തുകൊണ്ട് പിറകോട്ട് പോയി എന്നുള്ളതിനാണ്. ഈ അവസരത്തിൽ നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം, BJP എത്രത്തോളം സ്പേസ് സൃഷ്ടിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ ജനങ്ങൾ കാത്തിരുന്ന കാര്യം. അതാണ് എത്രത്തോളം BJP നേടുന്നു എന്നുള്ളതാണ്. നിയമസഭയിലേക്കും അത്തരത്തിലുള്ള നോട്ടമാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും. അതായത് നമ്മൾ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മിക്ക മീഡിയയും പറയുന്നത് BJPക്ക് ഒന്നും നേടാൻ കഴിഞ്ഞില്ല, BJP 2 സീറ്റിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത്, അവർക്ക് അവിടെ വിജയമുള്ളൂ, അത് കഴിഞ്ഞാലൊന്നും വരാനില്ല എന്ന് ആണ് പൊതുവെ ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മീഡിയയുടെ പ്രത്യേകിച്ച് ചില മീഡിയയുടെ ഒരു കുതന്ത്രമാണ്. BJP ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മുന്നേറ്റം അത് ചെറുതാക്കി കാണിക്കുക എന്നുള്ളത് അവരുടെ ഒരു അജണ്ടയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേഖകൾ, അവർ പോലും തയ്യാറാക്കിയ രേഖകൾ, മാതൃഭൂമി ആയാലും മനോരമയായാലും ഒക്കെ തയ്യാറാക്കിയ രേഖകൾ തന്നെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നുണ്ട്. 140 മണ്ഡലങ്ങളിൽ 120ഓളം മണ്ഡലങ്ങളിൽ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കാൻ BJP കഴിയും. അതാണ് കണക്ക്. അതുപോലെ തന്നെ അത് ഞാൻ പിന്നീട് പറയാം. അതിനേക്കാൾ മുമ്പ് പ്രധാനപ്പെട്ടത് പറയാനുള്ളത് 40 മുതൽ 52 മണ്ഡലങ്ങളിൽ വരെ അവർക്ക് മികച്ച മത്സരം നടത്താൻ കഴിയും. അതായത് 45,000-ന് മേൽ വോട്ട് കിട്ടിയ മണ്ഡലങ്ങളുണ്ട്, 40,000-ന് മേൽ കിട്ടിയ മണ്ഡലങ്ങളുണ്ട്. ഇവിടെയൊക്കെ വലിയ പോരാട്ടം നടത്താൻ കഴിയും. ഉദാഹരണമായിട്ട് മഞ്ചേശ്വരം 47,071 വോട്ടാണ് BJP പിടിച്ചിരിക്കുന്നത്. കാസർഗോഡ് 44,192, കഴക്കൂട്ടത്ത് 40,000-ന് മേൽ. ഇത് വന്നിട്ട് കണക്ക് 2020 ഇപ്പോഴത്തെ തദ്ദേശ നമ്മുടെ തിരക്കാണ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ കഴക്കൂട്ടം കഴിഞ്ഞാൽ ഉടനെ തന്നെ നേമം 49,867 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഒരു 135 വോട്ടിന്റെ 135 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ 50,000 ആകാൻ നേമത്ത്. കാട്ടാക്കടയിൽ 46,372. വട്ടിയൂർക്കാവിലും അതുപോലെ തന്നെ അതിൽ ഏറ്റവും കൂടുതൽ ലീഡ് വരുന്ന വിധത്തിലാണ് വട്ടിയൂർക്കാവിലും കാണുന്നത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതായത് 45,000-ന് മേളിൽ അല്ലെങ്കിൽ 40,000-ന് മേളിൽ വരുന്നതെന്ന് പറയാൻ തന്നെ ഒരു 5 മണ്ഡലങ്ങൾ അങ്ങനെയുണ്ട്. മഞ്ചേശ്വരം, കാസർഗോഡ്, കഴക്കൂട്ടം, നേമം, കാട്ടാക്കട, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടും വിജയസാധ്യതയുള്ളതിൽ. ഇത് കഴിഞ്ഞ് 35,000-ന് മേൽ എന്ന് പറയുമ്പോൾ വെറും 35,000 അല്ല, അതിൽ 38,000, 39,000 ഒക്കെ ഉള്ളുണ്ട്. ഉദാഹരണമായിട്ട് നെന്മാറ, പാലക്കാട് 38,736 ആണ്. ഏതാണ്ട് 39,000 വോട്ടാണ്. പാലക്കാട് 38,003 ഇങ്ങനെ മാവേലിക്കര 38,447 ആണ്. ഇങ്ങനെ നോക്കുമ്പോൾ അരൂർ, മാവേലിക്കര, വട്ടിയൂർക്കാവ്, ചാത്തന്നൂർ, പുതുക്കാട്, കൊടുങ്ങല്ലൂർ, നെന്മാറ, പാലക്കാട്, ഒറ്റപ്പാലം, തിരുവനന്തപുരം വരെ വരുന്ന ഒരു 12 പ്രധാന മണ്ഡലങ്ങൾ. 12 A ക്ലാസ്സിൽ തന്നെ പെടുത്താം. കാരണം ഇവിടെയൊക്കെ ത്രികോണ മത്സരം വരുമ്പോൾ ഇത്രയും വോട്ടിന്റെ കൂടെ അല്പം കൂടെ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ വിജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ പോലുമാണ്. ആ വിധത്തിലേക്കാണ് ഇതിന്റെ പോക്ക്. അപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞത് വെച്ച് തന്നെ ഇപ്പോൾ 17 മണ്ഡലങ്ങളായി. ഇനിയും ഉണ്ട് 30,000 കടന്ന സ്ഥലങ്ങളുണ്ട്. 30,000 എന്ന് വെച്ചാൽ അതും ഇതുപോലെ തന്നെ 35, 36 ഒക്കെ പിടിച്ച സ്ഥലങ്ങളുണ്ട്. ഇത് വേറെ വലിയൊരു നീക്കത്തിലേക്കാണ് രണ്ടാമത് വരുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ വരുന്നത്. അപ്പം ഇതെല്ലാം കാണിക്കുന്നത് ഇതിൽ പ്രധാനമായിട്ടും ഒരു 10-16 മണ്ഡലങ്ങൾ അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതായത് 45,000-നും 40,000-നും 35,000-നും വരുന്ന മണ്ഡലങ്ങൾ തന്നെ 32 എണ്ണമുണ്ട്. 32 നേരത്തെ പറഞ്ഞത് 12 എണ്ണമാണ് പറഞ്ഞത്. ബാക്കി വരുന്ന ഒരു 16ഓളം മണ്ഡലങ്ങൾ വീണ്ടും ഈ തരത്തിൽ വരികയാണ്. അത് മറ്റൊരുമായിട്ട് വലിയ അന്തരമില്ല എന്നുള്ളതാണ്. വലിയ അന്തരമില്ല എന്ന് മാത്രമല്ല, ഇതുപോലെ തന്നെ 34,570 ഉദാഹരണമായിട്ട് മണലൂർ, തൃശ്ശൂർ ജില്ല, കായംകുളം 33,435, ഹരിപ്പാട്, അവിടെ തൃപ്പൂണിത്തറയിലൊക്കെ 2 സ്ഥാനാർത്ഥികൾ തമ്മിൽ വെറും 362 വോട്ടിന്റെ വ്യത്യാസങ്ങളാണ് നിൽക്കുന്നത്, മനസ്സിലായില്ലേ? കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ ആറ്റിങ്ങൽ 34,000. അതുപോലെ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അവര് കൊണ്ടറ, അടൂര്, ഇവിടെ എല്ലാം അവര് പിന്നെ നല്ല വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് 35,000 അടുപ്പിച്ച് വോട്ട് പിടിച്ച സ്ഥലങ്ങൾ എന്നൊക്കെ പറയുന്നതേ മത്സരത്തിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. വലിയ കോമ്പറ്റീഷൻ, 3 ത്രികോണ മത്സരം. നല്ല സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു 3,000-4,000 വോട്ടൊക്കെ വീണ്ടും മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ താമര വിരിയാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ഈ അങ്ങനെ വരുമ്പോൾ ഈ അതിശക്തമായ ത്രികോണ മത്സരം വരുമ്പോൾ ഈ പിണറായി വിജയൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതിശക്തമായ ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കുക. ആ മത്സരത്തിലൂടെ CPM അങ്ങനെ വരുമ്പോൾ കുറെ മേൽക്കോയ്മ വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണത്തിന്റെ അതേ പിക്ചർ അല്ല നമുക്ക് നിയമസഭയിൽ വരാൻ പോകുന്നത്. ഇതിൽ സ്ഥാനാർത്ഥിയുടെ മികവ് വരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പൊ തദ്ദേശ സ്വയംഭരണത്തിന് എന്താ, നമ്മുടെ അവിടെ നിന്നിരിക്കുന്ന ഗോപാലനോ ശങ്കരനോ മാധവിയോ പിന്നെ കമലോ ഒക്കെ ആയിരിക്കും നമ്മൾ നോക്കിയിരിക്കുന്നത്, അല്ലേ? പക്ഷേ ഇത് വരുമ്പോൾ അതങ്ങനെയല്ല. ഭയങ്കരമായ പ്രാധാന്യമുള്ള വ്യക്തിത്വങ്ങൾ അവിടെ വരും. ആ വ്യക്തിത്വങ്ങൾക്ക് വരുന്ന വോട്ട് പ്ലസ് ആണ്. പിന്നെ ഇലക്ഷൻ സ്ട്രാറ്റജി തന്നെ ഇതിൽ നിന്ന് മാറും. നിങ്ങളുടെ വികസനം, നിങ്ങളുടെ സുരക്ഷിതത്വം, നിങ്ങളുടെ പെൻഷൻ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ആശുപത്രി, നിങ്ങളുടെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ, നിങ്ങളുടെ തൊഴിൽ, നൈപുണ്യ വികസനം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒക്കെ പറയാനായിട്ട് വേറെയും വരും. അപ്പം അതൊക്കെ തുലനം ചെയ്തായിരിക്കും ജനങ്ങൾ പിന്നെ വോട്ട് ചെയ്യുന്നത്. ഇപ്പം തന്നെ നിതിൻ നബീൻ്റെ ഏറ്റവും വലിയ പരിപാടി എന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാനമായിട്ട് ഈ BJPക്ക് ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ ജയിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ വളരെ ഫീൽഡ് വർക്ക് താഴെത്തട്ടിൽ മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ കണ്ട് നടത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ജാതി മാത്രമല്ല, ഉപവിഭാഗങ്ങൾ ഏതൊക്കെ ഉണ്ടോ അതിനെല്ലാം തിരിച്ചെടുക്കും. അതുപോലെ ഈ പത്തനംതിട്ട ജില്ലയിൽ ഈ തിരുവല്ലയും ഇവർക്ക് വളരെ പ്രതീക്ഷയുള്ളത്. തീർച്ചയായിട്ടും അനൂപ് ആന്റണിയാണ് അവിടെ മത്സരിക്കാൻ പോകുന്നത്. ഉണ്ട്. തിരുവല്ല നല്ല പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. തിരുവല്ലയില് അതുപോലെ തന്നെ ആറന്മുള, ഇരിങ്ങാലക്കുട, മണലൂര്, ഇതൊക്കെ എല്ലാം 35,000 അടുപ്പിച്ച് വോട്ട് പിടിച്ച സ്ഥലങ്ങളാണ് വരുന്നത്. തിരുവല്ല പ്രധാനപ്പെട്ട തന്നെയാണ്. തിരുവല്ലയിൽ 30,000 അടുപ്പിച്ച് വോട്ടുണ്ട്. 29,000 ചിലവന് വോട്ടുണ്ട്. നമുക്ക് അവിടെ കാണേണ്ടത് ക്രൈസ്തവ സഭകളുടെ അതെ, അതൊന്നും ഇപ്പൊ പൂർണ്ണമായിട്ടും യൂട്ടിലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ ക്രൈസ്തവ സഭകളുടെയൊക്കെ ഇൻഫ്ലുവൻസും അവരുടെ കുറെ പിന്നെ ഇതിനകത്ത് വേണ്ട ഇടപെടലും ഒക്കെ ഈ തദ്ദേശ സ്വയംഭരണത്തിൽ അങ്ങനെ നടക്കില്ലേ. 23,600 സീറ്റ് കിടക്കില്ലേ ഇതിൽ. നമുക്ക് തന്നെ ഇത് ഏതൊക്കെയാണെന്ന് പലപ്പോഴും പറയാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഈ ഇതിൽ ഏത് മണ്ഡലമാണ്, ഏത് വാർഡാണെന്ന് പലപ്പോഴും പറയാൻ പറ്റാത്ത, നമ്മൾ ഒരുപാട് സ്റ്റഡി നടത്തിയിട്ട് പോലും നമുക്ക് ചിലതൊന്നും നമ്മുടെ മനസ്സിൽ പോലും നിൽക്കില്ല, അല്ലേ? പ്രധാനപ്പെട്ട വ്യക്തികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ പറയുന്നല്ലാതെ മുഴുവൻ വാർഡുകൾ തന്നെ, മുഴുവൻ ഗ്രാമസഭകൾ എത്രയുണ്ടെന്ന് പറയാൻ പറ്റുന്നില്ല. മുഴുവൻ ഡിവിഷനുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. BJPയുടെ കണക്കുകൂട്ടലിന് അപ്പുറത്തേക്ക് ചിലപ്പോൾ നിയമസഭാ ഫലം മാറി പറയാനുള്ള സാധ്യത. പോക്ക് അങ്ങനെയാണ് കാണുന്നത്. ഇപ്പോഴത്തെ പോക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ത്രികോണ മത്സരത്തിലേക്കാണ് പോകുന്നത്. ആ പോക്കിൽ പിന്നെ ഇതിനകത്ത് ഇച്ചിരി മുസ്ലിം പോളറൈസേഷൻ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇപ്പം പിന്നെ ഹിന്ദു വോട്ടർമാരിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അവർ. അത് വേറെ പല മാറ്റങ്ങൾ വരുത്തും. ഇത്ര വലിയ പോളറൈസേഷൻ നടന്നിട്ടില്ല എന്നാണ് അവർ വിചാരിച്ചത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുപ്പ് ആകുമ്പം പ്രാദേശികമായുള്ളതാണെന്ന്. പക്ഷേ അങ്ങനെയല്ല നടന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വയനാട്, മലപ്പുറം, അതുപോലെ തന്നെ ഇടുക്കി, പത്തനംതിട്ട, പിന്നെ ഈ എറണാകുളം, ഈ മണ്ഡലങ്ങളൊക്കെ 100% ആണ് പിന്നെ UDFന് വിജയം. ഇതൊരിക്കലും നിയമസഭയിൽ ഇതുപോലെ പ്രതിഫലിക്കില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, ഇത് 100-ൽ 100ആണ്. അതായത് 16 മലപ്പുറത്തെ 16-ലും 16, അതെ, വയനാട്ടിലെ 5-ലും 5, പിന്നെ 3-ലും 3. എറണാകുളം ഇവർക്ക് നല്ല പ്രതീക്ഷ. എറണാകുളം 14-ൽ 14, ഇടുക്കിയിൽ 5-ൽ 5, പിന്നെ പത്തനംതിട്ടയിൽ അതുപോലെ ഫുള്ളാണ്. 100% മാർക്കാണ് UDFന് കിട്ടിയിരിക്കുന്നത്. എന്നാൽ LDFന് മോശമെന്ന് പറയാൻ പറ്റില്ല. അവർ കണ്ണൂർ, കോഴിക്കോട്, തൃശ്ശൂർ, എറണാകുളം, തിരുവനന്തപുരം ഒക്കെ അവർ പറ്റുന്ന വിധത്തിൽ അവർ മേൽക്കോയ്മ നിലനിർത്തി പോയിട്ടുണ്ട്. ആലപ്പുഴയും തെറ്റില്ല. കോട്ടയവും കൊല്ലവും ഏതാണ്ട് 50-50 നിൽക്കുന്ന പോലെയാണ് UDF LDF ആയിട്ട്. ഈ സിറ്റുവേഷൻ മാറി മറിയാൻ വലിയ വിഷമമൊന്നുമില്ല. ഈ സിറ്റുവേഷൻ മാറി മറിക്കാൻ ഒരു പക്ഷേ BJPക്ക് വലിയ സാധ്യതയുണ്ടെന്നുള്ളതാണ്. ഞാൻ നോക്കിയിടത്തോളം ഒരു 27 മണ്ഡലങ്ങളിൽ BJP ഒരു 2,000-ന് താഴെ വോട്ട് വെച്ചിട്ട് അവർക്ക് വലിയ അത്ഭുതങ്ങൾ കാണിക്കാൻ കഴിയും. അതായത് 30,000, 35,000 ഒക്കെ അവരുടെ കയ്യിലുള്ളപ്പോൾ. അപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ പറയാം, പിന്നെ നാദാപുരത്ത് വെറും 638 വോട്ടിൻ്റെ ലീഡാണ് LDFും UDFും തമ്മിലുള്ളത്. ആ മണ്ഡലത്തിൽ
BJPക്ക് ഏതാണ്ട് 13,000-ഓളം വോട്ടുണ്ട്, 12,000 ചില്ലുവാനും വോട്ടുണ്ട്. അതുപോലെ തന്നെ ബേപ്പൂര് 1,340 വോട്ടാണ് LDF UDF തമ്മിലുള്ള വ്യത്യാസം. അവിടെ 23,419 വോട്ടുണ്ട്. പൊന്നാനി, മലപ്പുറത്തെ കോട്ടയിലൊന്നാണ് പൊന്നാനി കോട്ട. പൊന്നാനിയിൽ 1,274 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ LDF UDF തമ്മിൽ. അവിടെ BJPക്ക് 14,000-ഓളം വോട്ട് വരുന്നുണ്ട്. ഗുരുവായൂര് 1,360 വോട്ടിൻ്റെ ഉള്ളൂ LDF UDF വ്യത്യാസം. അവിടെ 24,021 വോട്ട് BJPക്കുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ വളരെ ഡിസസീവാണ്. പാലായിൽ 1,523 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെ 20,122 വോട്ടിന്റെ വോട്ട് BJPയുടെ കയ്യിലുണ്ട്. BJP വിചാരിച്ചാൽ, അതുപോലെ ഉടുമ്പൻചോള വേറൊരു 196 വോട്ടിന്റെ ഡിഫറൻസ് ആണ്. അവിടെ BJPക്ക് 12,500-ഓളം വോട്ടുണ്ട്. ഇങ്ങനെ കോന്നി 226 വോട്ടിന്റെ ഡിഫറൻസേ ഉള്ളൂ. 25,000 വോട്ടുണ്ട് BJPക്ക് അവിടെ. 24,700 പിന്നെ ഇപ്പോൾ അതിന് പുറത്ത്. ഇരവിപുരം 636 വോട്ടേ ഉള്ളൂ LDF UDF ലീഡ് വ്യത്യാസം. അവിടെ 12,969 വോട്ടിന്റെ വ്യത്യാസമുണ്ട്. വോട്ട് താമര ചിഹ്നത്തിൽ അടിച്ചിട്ടുണ്ട് ആള്, അത് സ്റ്റോക്ക് കയ്യിലുണ്ട്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 23 മണ്ഡലങ്ങളിൽ 23ഓളം മണ്ഡലങ്ങളിൽ നെടുമങ്ങാടൊക്കെ 872 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. 27,516 വോട്ടുണ്ട് BJPയുടെ കയ്യിൽ. BJP ഒരു ഡിസിസീവ് ഫാക്ടറാണെന്നേ. അതായത് 20 ശരിക്കും 40ഓളം സ്ഥലത്ത് അവർക്ക് കട്ട ഫൈറ്റ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത്രയും പറയുന്നില്ല. 20 സ്ഥലത്ത് താമരക്കായിട്ടുള്ള ത്രികോണ മത്സരം നടത്തുകയും ബാക്കി ഒരു 10-32 സ്ഥലങ്ങളിൽ അവർക്ക് 1,000-ന് താഴെ അല്ലെങ്കിൽ 1,000-നും 2,000-നും ഇടയ്ക്ക് വോട്ടുകൾ വെച്ച് പല അത്ഭുതങ്ങൾ കാണിക്കാൻ സാധിക്കും. അവിടെയൊക്കെ അവർക്ക് 15,000, 20,000, 30,000, 40,000 ഒക്കെ വോട്ടുണ്ട്. ആ വോട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിൽ നിൽക്കുന്നില്ല. ഇനി ലീഡ് കൂടുതലുള്ളതാണ്. ഞാൻ പറയാത്തത് വെച്ചാൽ പിന്നെ LDF-നോ UDF-നോ 5,000, 6,000 ഒക്കെ ഉള്ളത്. അവിടെയും BJPക്ക് 20,000 ഒക്കെ വോട്ടുണ്ട്. അപ്പോൾ BJP ഒരു വലിയ ഫാക്ടറാണ്. അതായത് നാളെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ 2026 ആര് പൊടി പാറിക്കും എന്ന് നിശ്ചയിക്കാൻ BJPക്ക് ഇന്ന് കഴിയും. പണ്ട് പിന്നെ സുരേന്ദ്രൻ പറഞ്ഞത് 35 കിട്ടിയാൽ ഞങ്ങള് മുഖ്യമന്ത്രി ആരെ നിശ്ചയിക്കും എന്ന് പറഞ്ഞില്ലേ, ഏതാണ്ട് അതുപോലെ വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കറക്റ്റായിട്ടുള്ളത്. അന്നത് അദ്ദേഹം പറഞ്ഞെങ്കിലും ഇന്ന് അതിന്റെ സാഹചര്യം വളരെ വ്യക്തമാണ്. ത്രികോണ മത്സരം പലയിടത്തും വരാൻ പോവുകയാണ്. 20 സീറ്റിൽ BJPക്ക് ഒരു വിട്ടുവീഴ്ച ഇല്ലാതെ തന്നെ അവർക്ക് പിടിക്കാൻ കഴിയും. അവിടെ നല്ല രീതിയിൽ സ്ഥാനാർത്ഥികൾ വരികയും ഫോക്കസ്ഡ് ആയിട്ടുള്ള വർക്ക്, നിതിൻ നബീൻ പറഞ്ഞ പോലെ ഓരോ പ്രദേശത്തെയും പ്രാദേശികമായ പ്രശ്നങ്ങളും അവിടുത്തെ വോട്ടിൻ്റെ ഗതിയും ഒക്കെ ഇഴകേറി പരിശോധിച്ച് ഒരു 20 മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തന്നെ അത് വലിയ വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് നിസ്സാരമല്ല 2026 മത്സരം. അത് ത്രികോണമാണ് പലയിടത്തും. ബാക്കിയുള്ളിടത്ത് BJP നിശ്ചയിക്കും ആര് ജയിക്കണമെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.